नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 86 വേദമൂർത്തികളുടെ പ്രാർത്ഥന, പേജ് നമ്പർ 860. ശുകദേവ ഗോസ്വാമി തുടർന്നു. പ്രിയപ്പെട്ട രാജൻ, ഇവിടെ ഞാൻ ഒരു നല്ല കഥ പറയാം. പരമപുരുഷനായ നാരായണനുമായി ബന്ധപ്പെട്ടതാകയാൽ കഥയ്ക്കു പ്രാധാന്യമുണ്ട്. നാരായണ മഹർഷിയും നാരദ മഹർഷിയും തമ്മിലുള്ള സംഭാഷണമാണ് കഥാവസ്തു. ഇന്നും ഹിമാലയ പർവ്വതനിരകളിൽ തപസ്സു ചെയ്യുന്ന നാരായണ ഋഷി സാക്ഷാൽ നാരായണന്റെ അവതാരമായിട്ടാണു കരുതപ്പെടുന്നത്. ഒരിക്കൽ ദേവന്മാരിൽപ്പെട്ട മഹാഭക്തനും സന്യാസിയുമായ നാരദന് വിവിധ ലോകങ്ങളിൽ സഞ്ചരിക്കവേ ബദരികാശ്രമത്തിലെ നാരായണ ഋഷിയെ കണ്ടു വന്ദിക്കണമെന്ന് ആഗ്രഹമുദിച്ചു. ഭഗവത് ധാമത്തിലേക്കു മടങ്ങിപ്പോകുക എന്ന ജീവിത സാഫല്യം കൈവരിക്കേണ്ടതെങ്ങനെയെന്ന് ഭാരതവർഷത്തിലെ ജനതയെ പഠിപ്പിക്കാൻ വേണ്ടി ഭഗവാന്റെ അവതാരമായ ഈ നാരായണ ഋഷി സൃഷ്ടിയുടെ ആദി മുതൽ കഠിന തപോനുഷ്ഠാനങ്ങളിൽ വ്യാപൃതനായിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തപസ്സും വ്രതങ്ങളുമെല്ലാം മനുഷ്യ സമൂഹത്തിന് ഉത്തമ മാതൃകയായിരുന്നു. ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്താണു ബദരികാശ്രമം. അവിടം എപ്പോഴും മഞ്ഞുമൂടിയ സ്ഥലമാണ്. ഹിമപാതത്തിൻ്റെ കാഠിന്യം അല്പം കുറയുന്ന വേനൽക്കാലത്തു ധാർമ്മികരായ ഇന്ത്യക്കാർ ഇന്നും ഈ സ്ഥലം സന്ദർശിക്കുന്ന പതിവുണ്ട്. ഒരിക്കൽ കലാപഗ്രാമം എന്നു വിളിക്കപ്പെടുന്ന ഒരു ഗ്രാമത്തിൽ അനേകം ഭക്തന്മാരുടെ ഇടയിലായിരിക്കുകയായിരുന്നു ഈശ്വരാവതാരമായ നാരായണ ഋഷി. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് സാധാരണ സന്യാസിമാരായിരുന്നില്ലെന്നതു തീർച്ചയാണല്ലോ. മഹർഷി നാരദനും അപ്പോൾ അവിടെ എത്തി. നാരായണ മഹർഷിയെ വണങ്ങിയ ശേഷം പരീക്ഷിത്ത് രാജാവു ശുകദേവ മഹർഷിയോട് ചോദിച്ച അതേ ചോദ്യം നാരദൻ അദ്ദേഹത്തോട് ചോദിച്ചു. നാരായണ മഹർഷിയും തൻ്റെ മുൻഗാമികളെ പിന്തുടരുകയാണു ചെയ്തത്. ജനലോകം എന്ന ലോകത്തിൽ ഈ പ്രശ്നം ചർച്ച ചെയ്തതിൻ്റെ കഥയാണ് അദ്ദേഹം പറഞ്ഞത്. ചന്ദ്രലോകം, ശുക്രലോകം തുടങ്ങിയ സ്വർലോകങ്ങൾക്കു മുകളിലുള്ള ഒരു ലോകമാണ് ജനലോകം. ഇവിടെയാണു മഹർഷിമാരുടെയും മറ്റു പുണ്യാത്മാക്കളുടെയും ആവാസം. ബ്രഹ്മത്തെയും ഭഗവാന്റെ യഥാർത്ഥ രൂപത്തെയും കുറിച്ചാണ് അവരും ചർച്ച നടത്തിയിരുന്നത്. നാരായണ മഹർഷി പറഞ്ഞു തുടങ്ങി.
പ്രിയപ്പെട്ട നാരദരെ, പണ്ട് പണ്ട് നടന്ന ഒരു കഥ പറയാം. സ്വർലോകവാസികളുടെ ഒരു മഹാസമ്മേളനം നടക്കുകയായിരുന്നു. സനത്ത്, സനന്ദനൻ, സനകൻ, സനാതനൻ എന്നീ 4 കുമാരന്മാരുൾപ്പെടെയുള്ള നൈഷ്ഠിക ബ്രഹ്മചാരികളെല്ലാം അതിൽ സംബന്ധിച്ചിരുന്നു. നിരപേക്ഷ സത്യത്തെക്കുറിച്ച്, അതായത് ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചായിരുന്നു ചർച്ച. ശ്വേതദ്വീപത്തിൽ പോയിരുന്നതിനാൽ അങ്ങേക്ക് ആ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങു നയിച്ച പ്രശ്നത്തെക്കുറിച്ച് ഈ മഹാസമ്മേളനത്തിൽ വിശദമായ ചർച്ച നടന്നു. വളരെ രസകരമായിരുന്നു ചർച്ച. വേദങ്ങൾക്കു പോലും ഉത്തരം പറയാൻ കഴിയാത്തത്ര കുഴപ്പം പിടിച്ച ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ച അതിസൂക്ഷ്മമായിരുന്നു. നാരദൻ ഉന്നയിച്ച അതേ ചോദ്യം ജനലോകത്തിൽ ചർച്ച ചെയ്തതായി നാരായണ മഹർഷി നാരദനോട് പറഞ്ഞു. പരമ്പരയിലൂടെ അഥവാ ശിഷ്യപരമ്പരാ പദ്ധതിയിലൂടെ ജ്ഞാനം നേടുന്ന രീതിയാണിത്. പരീക്ഷിത്ത് മഹാരാജാവ് ശുകദേവ ഗോസ്വാമിയെ സമീപിച്ചു. ശുകദേവ ഗോസ്വാമി പ്രശ്നം നാരദനു വിട്ടു. നാരദൻ നാരായണ മഹർഷിയോട് ചോദിച്ചു. നാരായണ മഹർഷി ജനലോകത്തിലെ കുറെക്കൂടി സമുന്നതരായ പ്രാമാണികരുടെ മുമ്പിൽ പ്രശ്നം അവതരിപ്പിച്ചു. അവിടെ സനത്ത്, സനന്ദനൻ, സനകൻ, സനാതനൻ എന്നീ 4 കുമാരന്മാരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഈ 4 ബ്രഹ്മചാരികളും വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും മഹാപാണ്ഡിത്യമുള്ളവരായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നവരാണ്. തപോനുഷ്ഠാനങ്ങളുടെ പിന്തുണയുള്ള അവരുടെ അളവറ്റ ജ്ഞാനം അവരുടെ ഉദാത്തവും മാതൃകപരവുമായ സ്വഭാവരീതിയിലൂടെ വെളിപ്പെടുന്നുണ്ട്. സുശീലരും പെരുമാറ്റത്തിൽ മാന്യതയുള്ളവരുമാണവർ. അവർക്ക് ശത്രുവെന്നോ മിത്രമെന്നോ അഭ്യുദയകാംക്ഷികളെന്നോ ഉള്ള ഭേദചിന്തയുണ്ടായിരുന്നില്ല. അതീന്ദ്രിയ സ്ഥാനത്തു നിൽക്കുന്നവരാകയാൽ ഭൗതിക പരിഗണനകൾക്കൊക്കെ അതീതരാണവർ. ഭൗതിക ദ്വന്ദ്വങ്ങളുടെ കാര്യത്തിൽ അവർ ഉദാസീനരുമാണ്. ചർച്ചകളിൽ 4 സഹോദരന്മാരുടെ പ്രതിനിധിയായി സംസാരിക്കാൻ സനന്ദനെയാണു തിരഞ്ഞെടുത്തത്. മറ്റു സഹോദരന്മാർ അദ്ദേഹത്തിൻ്റെ ശ്രോതാക്കളായിരുന്നു. സനന്ദനൻ പറഞ്ഞു. പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ പ്രളയത്തിനുശേഷം എല്ലാത്തരം ഊർജവും ഒപ്പം ബീജരൂപത്തിൽ സൃഷ്ടി മുഴുവനും ഗർഭോദകശായി വിഷ്ണുവിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ഭഗവാൻ അത്യന്തം ദീർഘമായ ഒരു കാലയളവു മുഴുവൻ ഗാഢനിദ്രയിൽ കഴിഞ്ഞുകൂടുന്നു. തുടർന്ന് വീണ്ടും സൃഷ്ടി ആവശ്യമായി വരുമ്പോൾ വേദമൂർത്തികൾ ഭഗവാന്റെ ചുറ്റും കൂടി അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ ലീലകൾ വർണ്ണിച്ചു സ്തുതിച്ചു തുടങ്ങും. സുഖസുഷുപ്തിയിലാണ്ടിരിക്കുന്ന രാജാവിനെ പ്രഭാതത്തിൽ സ്തുതിപാഠകർ അദ്ദേഹത്തിൻ്റെ വീരപാദതങ്ങളെ വർണ്ണിക്കുന്ന സ്തുതിഗീതം പാടി ഉണർത്തുന്നതുപോലെ. ഹരേ കൃഷ്ണ.